നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം എന്ന സീരീസിലെ 14ാമത്തെ ക്ലാസ്സാണ് ഇത്. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാൻ കണ്ട യേശുക്രിസ്തുവിൻ്റെ ദർശനം ആയിരുന്നു പഠന വിഷയം. എന്നാൽ ഈ ക്ലാസ്സിൽ നാം 2ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എഫെസോസിലെ സഭയ്ക്കുള്ള ദൂതാണ് ആദ്യത്തെ ലഘു ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇന്നത്തെ വിഷയം. നീ എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. തൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളെ മുറുകെ പിടിക്കുന്നവൻ, പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെ മധ്യേ നടക്കുന്നവൻ ഈ കാര്യങ്ങൾ പറയുന്നു. ഈ 1ാം വാക്യം പറയുന്നത് ആർക്കെഴുതി എന്നാണ്. ആർക്കെഴുതി എന്നാണ് ആദ്യം വായിച്ചത്. കർത്താവ് ഈ ലഘു ലേഖനം എഴുതിപ്പിച്ചത് എഫെസോസിലുള്ള സഭയുടെ ദൂതന് വേണ്ടിയിട്ടാണ്. ദൂതൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഉടനെ മനസ്സിൽ വരുന്നത് ഒരു സ്വർഗദൂതനെ ആയിരിക്കും. എന്നാൽ അതാണോ സത്യം? ഓരോ സ്ഥലം സഭയ്ക്കും ഒരു സ്വർഗദൂതൻ ഉത്തരവാദിയായിട്ട് ഉണ്ടോ? ഉത്തരം ഇതാണ്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സഭയുടെ ദൂതൻ ഒരു സ്വർഗദൂതനല്ല. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം എന്ന് ചോദിച്ചാൽ ചില കാരണങ്ങളുണ്ട്, പറയാം. ദൂതൻ എന്ന പദം ബൈബിളിൽ സ്വർഗദൂതന്മാർക്കും വീണുപോയ ദൂതന്മാർക്കും മനുഷ്യർക്കുമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ തരാം. മത്തായി 1:20 കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്വർഗദൂതനുള്ള ഉദാഹരണമാണ്. വെളിപ്പാട് 9:11 അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീണുപോയ ദൂതനുള്ള ഉദാഹരണമാണ്. മർക്കോസ് 1:2 ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്നാപക യോഹന്നാനെ കുറിച്ചാണെന്ന് നമുക്കെല്ലാവർക്കും തെളിവായിട്ട് അറിയാം. 2, സ്വർഗദൂതന്മാർ പാപം ചെയ്യാത്തവരാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 സഭകളുടെ ദൂതന്മാർ സ്വർഗദൂതന്മാരല്ല എന്ന് ചിന്തിക്കുവാൻ കാരണം അവർ സ്വർഗദൂതന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 1 തിമോത്തി 5:21 ശ്രേഷ്ഠ ദൂതന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരാണ്. കാരണം ഗ്രീക്കിൽ തൽസ്ഥാനത്ത് എഴുതിയിരിക്കുന്നത് എക്ലെക്ടോൺ എങ്കലോൺ എന്നാണ്. എക്ലെക്ടോൺ എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ട എന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ എലക്ട് എന്നാണെന്നത് ശ്രദ്ധിക്കുക. ആകയാൽ അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരാണ്. വിശുദ്ധിയിൽ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 7 ദൂതന്മാരിൽ പലരും പാപം ചെയ്തു പോയവരും മാനസാന്തരപ്പെടുവാൻ ആവശ്യമുണ്ടായിരുന്നവരുമാണ്. ഒരു ഉദാഹരണം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. 2ാം അധ്യായത്തിന്റെ 4ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആ ദൂതൻ കുറ്റം ചെയ്തു എന്നാണ്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതിന്റെ അർത്ഥം തനിക്ക് വീഴ്ച വന്നിരിക്കുന്നു എന്നാണ്. മാനസാന്തരപ്പെടുവാൻ ആവശ്യമുണ്ട്, മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ട് എന്നാണ്. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഇതുപോലെ ബർഗമോസ്, തുയഥൈര, സർദീസ്, ലവോദിക്ക എന്നീ സഭകളിലെ ദൂതന്മാരിലും കുറ്റങ്ങൾ കാണാം, മാനസാന്തരപ്പെടുവാനുള്ള ആഹ്വാനവും കാണാം. ആകയാൽ ഈ 7 ദൂതന്മാർ സ്വർഗദൂതന്മാർ അല്ല. 3ാമത്തെ പോയിന്റ്, പാപം ചെയ്ത് വീണുപോയ ദൂതന്മാർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരമില്ല. എന്നാൽ ഇവിടെ മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ വീണുപോയ ദൂതന്മാരും അല്ല. പാപം ചെയ്ത് വീണുപോയ ദൂതന്മാർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരമില്ല എന്നതിന് ഒരു തെളിവ് തരാം. 2 പത്രോസ് 2:4 പഠിപ്പിച്ചിരിക്കുന്നത് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലിട്ട് ന്യായവിധിക്കായി കാപ്പാൻ കൽപ്പിച്ചു എന്നാണ്. ഇനി അവർക്ക് ന്യായവിധിക്കായുള്ള ഭയങ്കരമായ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഭൂതബാധിതരിലെ ദുരാത്മാക്കൾ യേശുവിനോട് ഈ പ്രകാരം പറഞ്ഞു, ദൈവപുത്ര, സമയത്തിനു മുമ്പ് ഞങ്ങളെ ദണ്ഡിപ്പിപ്പാൻ ഇവിടെ വന്നുവോ? അതിന്റെ അർത്ഥം അവരെ ദണ്ഡിപ്പിക്കുവാനായിട്ടുള്ള ദിവസത്തിനായിട്ട് അവര് കാത്തിരിക്കുകയാണ്. അതേ ഉള്ളൂ അവരുടെ ഭാവി. മത്തായി 8:29 നാം ഇത് വായിക്കുന്നത്. എന്നാൽ വെളിപ്പാടിലെ 7 ദൂതന്മാർക്ക് മാനസാന്തരപ്പെടുവാൻ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. ആകയാൽ ഈ 7 ദൂതന്മാർ വീണുപോയ ദൂതന്മാരും അല്ല. ആകയാൽ ഈ 7 ദൂതന്മാരും മനുഷ്യരാണെന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. ദൈവത്തിൽ നിന്ന് ദൈവത്തിന് സഭകളോട് പറയുവാനുള്ളത് കേട്ടറിയിക്കുന്ന ദൂതന്മാരാണ് അവർ. കർത്താവ് ഈ ലഘു ലേഖനം എഴുതിപ്പിച്ചത് എഫെസോസിലുള്ള സഭയുടെ ദൂതന് വേണ്ടിയാണ് എന്ന് 1ാം വാക്യത്തിൽ എഴുതിയിരിക്കുമ്പോൾ തന്നെ
7-ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് എന്തു പറയുന്നു എന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് എഴുതിയിരിക്കും. അതുകൊണ്ട് ലേഖനത്തിലെ സന്ദേശം പ്രാഥമികമായി എഫെസോസിലെ സഭയുടെ ദൂതനും പിന്നെ സഭയിലുള്ള ഏവർക്കും ഉള്ളതും ആണ്. അതോടുകൂടെ മറ്റെല്ലാ സഭകൾക്കും ഉള്ളതായിരുന്നു. ആകയാൽ അത് നമുക്കുള്ളതും ആകുന്നു. ഇനി ആരെഴുതി എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കാം. ലേഖനത്തിലെ വചനങ്ങൾ അരുളി ചെയ്തിരിക്കുന്നത് തൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളെ മുറുകെ പിടിക്കുന്നവനും പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെ മധ്യത്തിൽ നടക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. 2 വിശേഷണങ്ങളാണ് ഇവിടെ കർത്താവിന് നൽകിയിരിക്കുന്നത്. ഒന്ന്, തൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളെ മുറുകെ പിടിക്കുന്നവൻ എന്നുള്ളത്. 2, പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെ മധ്യത്തിൽ നടക്കുന്നവൻ എന്നത്. നമുക്ക് ആദ്യത്തേതിനെ കുറിച്ച് ചിന്തിക്കാം. ദൂതന്മാർ കർത്താവിന്റെ കൈകളിലായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. തൻ്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങളെ പിടിക്കുന്നവനായിട്ടാണ് നമ്മുടെ കർത്താവ് ദർശനത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ആ 7 നക്ഷത്രങ്ങൾ 7 സഭകളുടെ ദൂതന്മാരായിരുന്നു എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിന് സഭകളുടെ ദൂതന്മാരുടെ മേൽ എത്ര അധികാരവും നിയന്ത്രണവുമാണ് ഉള്ളത് എന്ന് ഈ ചിത്രത്തിലൂടെ അവിടുന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ആകയാൽ സഭകളെ പരിപാലിക്കുന്നവരും നടത്തുന്നവരുമായവർ അവരുടെ ശുശ്രൂഷ എത്ര ഭയഭക്തിയോടെ ചെയ്യുവാൻ ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇല്ല എങ്കിൽ അവരെ ശിക്ഷിക്കുവാനോ ശുശ്രൂഷയിൽ നിന്ന് നീക്കിക്കളയുവാനോ സഭയുടെ സാക്ഷ്യം തന്നെ നിർത്തിക്കളയുവാനോ കർത്താവിന് സാധിക്കും. അതിനുള്ള അധികാരമുണ്ട് എന്നുള്ള പ്രബോധനവും നമുക്ക് ലഭിക്കുന്നു. ഇനി ദൂതന്മാർ എന്ന നക്ഷത്രങ്ങൾ എന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. ദാനിയേൽ 12:3 എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും എന്ന് പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നതിനനുസൃതമായിട്ടാണ് ഇവിടെ സഭകളുടെ ദൂതന്മാരെ നക്ഷത്രങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ആകാശമണ്ഡലത്തിൽ ശോഭിക്കുന്നവരായി അനേകരെ നീതി പാതയിലേക്ക് വഴി നടത്തുന്ന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ആകയാൽ സഭാ പരിപാലനം എത്ര ശ്രേഷ്ഠമായൊരു ശുശ്രൂഷയാണെന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. സഭയ്ക്ക് അകത്തും പുറത്തുമുള്ളവരെ നീതിപാതയിലേക്ക് നടത്തുവാൻ, അവരുടെ തെറ്റ് തിരുത്തുവാൻ, അവരെ യഥാർത്ഥ വഴി കാണിച്ചു കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് സഭയുടെ ദൂതന്മാർ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ആകയാൽ സഭാ പരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ജ്ഞാനികളാണ്, ബുദ്ധിമാന്മാരാണ്. പണ്ട് ദിശ അറിയുവാൻ, അങ്ങനെ വഴി കണ്ടുപിടിക്കുവാൻ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുമായിരുന്നു. അങ്ങനെ വഴിയറിയാത്തവർക്ക് നക്ഷത്രങ്ങളെപ്പോലെ വഴികാട്ടികളാകുവാൻ നമ്മുടെ ജ്ഞാനത്തിന്റെ പ്രഭ ഉപയോഗിക്കപ്പെടേണ്ടതാണ്. കർത്താവിന്റെ 2ാമത്തെ വിശേഷണം പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെ മധ്യത്തിൽ നടക്കുന്നവൻ. 7 നിലവിളക്കുകളുടെ മധ്യത്തിൽ എന്നുള്ള സത്യവേദ പുസ്തകത്തിലെ തർജ്ജമ ശരിയല്ല. ബൈബിളിൽ എവിടെയും നിലവിളക്കില്ല. നിലവിളക്ക് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ഒരു വിളക്കാണ്. എന്നാൽ ബൈബിളിലുള്ളത് കവരവിളക്കാണ്. എന്നാൽ ആ കവരവിളക്കുമല്ല ഇത് സ്വതന്ത്രമായി നിലകൊള്ളുന്ന 7 വിളക്ക് തണ്ടുകളാണ്. കർത്താവിനെ പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെ മധ്യത്തിൽ നടക്കുന്നവനായി ചിത്രീകരിച്ചിരിക്കുകയാൽ സഭകളുടെ അവസ്ഥയെയും എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് നോക്കി കാണുന്നവനാകുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ആകയാൽ 2 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് കണ്ടതായി രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവൃത്തികളെ ആ രീതിയിൽ വിലയിരുത്തേണ്ടത് ആകുന്നു. ഒരു സ്ഥലത്തുള്ള സഭയെ പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ടായി ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. 1, ഓരോ സ്ഥലം സഭയും ദൈവദൃഷ്ടിയിൽ പൊന്നുപോലെ വിലയേറിയതാകുന്നു. നമ്മുടെ ദൃഷ്ടിയിലും ഓരോ സ്ഥലം സഭയും പൊന്നുപോലെ വിലയേറിയതായിട്ട് ഇരിക്കണം. കൂടി വരുന്നവരുടെ ജാതി, വംശം, നിറം, ഭാഷ എന്നിവ നോക്കിയിട്ടും, സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ടും, വിദ്യാഭ്യാസം, ബുദ്ധിശക്തി എന്നിവ നോക്കിയിട്ടും വിവേചനം കാണിക്കുന്നവർ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുന്നു. സഭയുടെ അംഗങ്ങളെ തുച്ഛീകരിക്കുന്നത് സഭയെ തുച്ഛീകരിക്കലാണ്. കൊരിന്തിലെ സഭയിലുള്ളവർ ഇല്ലാത്തവരെ ലജ്ജിപ്പിച്ചു. ഇങ്ങനെ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിച്ചു. ഇക്കാരണത്താൽ അവരിൽ ചിലർ ബലഹീനരായി, ചിലർ രോഗികളായി, ചിലർ മരിച്ചും പോയി. ചിലർ ദൈവസഭകളിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു. ഇതും ദൈവസഭയെ തുച്ഛീകരിക്കലാകുന്നു. നാം കർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. കാരണം സഭ കർത്താവിൻ്റെതാണ്. തൻ്റെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഇവർ ഈ വക പ്രവർത്തിക്കുകയും പിന്നീട് അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന ഒരു അളവ് സ്വന്തം മടിയിലേക്ക് അളന്ന് വാങ്ങുകയും ചെയ്യും. പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന 2ാമത്തെ വസ്തുത, ഓരോ സ്ഥലം സഭയും ദൈവദൃഷ്ടിയിൽ പൊന്നുപോലെ ശോഭയേറിയുള്ളതാണെന്നാണ്. എങ്കിലും പൊന്നിന്റെ ശോഭ കാലാന്തരത്തിൽ
മങ്ങുന്നത് പോലെ സഭകളുടെയും ശോഭ മങ്ങാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ. 3, ഓരോ സ്ഥലം സഭയും പൊന്നുപോലെ നശ്വരമാകുന്നു. പലപ്പോഴും നാശത്തിന് ഉത്തരവാദികൾ അതത് സ്ഥലത്തെ വിശ്വാസികൾ തന്നെയാണ് എന്നത് പ്രസ്താവ്യമായ കാര്യമാണ്. നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഞാൻ നിന്റെ വിളക്ക് തണ്ടിനെ അതിൻ്റെ ഇടത്തിൽ നിന്ന് നീക്കും എന്ന വചനം സ്ഥലം സഭകളുടെ നശ്വരതയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. സ്ഥലം സഭയിലെ വിശ്വാസികളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. 4, സ്ഥലം സഭകളെ വിളക്ക് തണ്ടുകളായി ചിത്രീകരിച്ചിരിക്കുകയാൽ അവയ്ക്ക് സ്വയം പ്രകാശിക്കുവാൻ കഴിയുകയില്ല എന്ന സത്യവും ഇവിടെ വിളിച്ചോതുന്നുണ്ട്. നേരെ മറിച്ച് വിളക്കിനെ ഉയർത്തി കാണിക്കുന്ന വിളക്ക് തണ്ടാകുന്നു ഒരു സ്ഥലം സഭ. ദൈവ കുഞ്ഞാടാം വിളക്കിന് ഉയർന്നിരുന്ന് ശോഭിക്കുവാനുള്ള ഇടമാണ് സഭ. സത്യത്തിന്റെ തൂണവും അടിസ്ഥാനവുമായ ദൈവത്തിന്റെ സഭ. ആകയാൽ നാം കർത്താവിനെ വാക്കാലും പ്രവൃത്തിയാലും ഉയർത്തുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. അടുത്തതായി എഫെസോസിലെ സഭയെക്കുറിച്ച് കർത്താവ് നിരീക്ഷിച്ച പ്രശംസനീയമായ വസ്തുതകൾ നമുക്ക് ഓർക്കാം. നിന്റെ പ്രവൃത്തികളും അധ്വാനവും നിന്റെ സഹിഷ്ണുതയും നിനക്ക് കൊള്ളരുതാത്തവരെ ചുമക്കുവാൻ കഴിയുന്നില്ല എന്നതും അപ്പസ്തോലന്മാർ എന്ന് തങ്ങളെ തന്നെ വിളിക്കുന്നവരും എന്നാൽ അല്ലാത്തവരുമായവരെ നീ പരീക്ഷിച്ചു എന്നും നീ അവരെ കള്ളം പറയുന്നവർ എന്ന് കണ്ടെത്തിയെന്നും നീ സഹിഷ്ണുത ഉള്ളവനാകുന്നുവെന്നും എൻ്റെ നാമനിമിത്തം നീ ചുമന്നു എന്നും ക്ഷീണിക്കാതിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. കർത്താവിലൂടെ പ്രശംസിച്ച് പറയുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത് എഫെസോസിലെ സഭയുടെ പ്രവൃത്തികളാണ്. എഫെസോസിലെ സഭ കർത്താവിനോട് വളരെ അനുസരണമുള്ള ഒരു സഭയായിരുന്നു. ഈ അനുസരണത്തിന്റെ പ്രവൃത്തികളെ ആകുന്നു നിന്റെ പ്രവൃത്തികൾ എന്നിവിടെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ അനുസരണത്തിന്റെ പ്രവൃത്തികളെ കർത്താവ് വളരെ വിലമതിക്കുന്നു, അതിൽ പ്രസാദിക്കുന്നു. ആകയാൽ നമുക്ക് അവനെ അനുസരിച്ച് ജീവിക്കാം. അടുത്തതായിട്ട് എഫെസോസിലെ സഭയുടെ അധ്വാനത്തെക്കുറിച്ച് ചിന്തിക്കാം. എഫെസോസിലെ സഭ വളരെ അധ്വാനിച്ചിരുന്ന ഒരു സഭയായിരുന്നു. എൻ്റെ നാമം നിമിത്തം നീ ഭാരം ചുമന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഭാരം ചുമന്നുകൊണ്ട് എന്ന പോലെ നീ അധ്വാനിച്ചു. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയുള്ള നമ്മുടെ കഠിന അധ്വാനം കർത്താവിന് പ്രസാദകരമാകുന്നു. അടുത്തതായിട്ട് അവിടെ പ്രശംസിച്ചു പറഞ്ഞത് സഭയുടെ സഹിഷ്ണുതയെ കുറിച്ചിട്ടാണ്. എഫെസോസിലെ സഭ വളരെ കഷ്ടവും ഞെരുക്കവും അനുഭവിച്ചിരുന്നു എന്ന് ഈ പദങ്ങൾ സൂചിപ്പിക്കുന്നു. എങ്കിലും അവയുടെ മധ്യത്തിൽ അവർ പതറാതെ നിന്നു. കഷ്ടവും ഞെരുക്കവും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം, നാം പതറാതെ സഹിച്ചു നിൽക്കണം. കൊള്ളരുതാത്തവരെ നിനക്ക് ചുമക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള പ്രസ്താവനയെ കുറിച്ച് ഇനി ചിന്തിക്കാം. ക്രിസ്തീയ കോളത്തിലും കൊള്ളരുതാത്തവരുണ്ട്. ഒരു സഭയും അവരെ ചുമക്കേണ്ടതില്ല. എഫെസോസിലെ സഭ ഇക്കാര്യത്തിൽ മാതൃകയായിരുന്നു. ചിലർ അപ്പസ്തോലന്മാർ അല്ലാതിരിക്കെ സ്വയം അപ്പസ്തോലന്മാർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്നു. എഫെസോസിൽ ഉള്ളവർ അവരെ പരീക്ഷിച്ചു. അവർ അപ്പസ്തോലന്മാർ അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി അവരെ വ്യാജന്മാരെന്ന് കണ്ട് പുറത്താക്കി. അപ്പസ്തോലന്മാർ അല്ലാതിരിക്കെ സ്വയം അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവർ കൊള്ളരുതാത്തവരാണ്. പ്രവാചകന്മാർ അല്ലാതിരിക്കെ സ്വയം പ്രവാചകന്മാർ എന്ന് പറയുന്നവർ കൊള്ളരുതാത്തവരാണ്. സുവിശേഷകന്മാർ അല്ലാതിരിക്കെ സ്വയം സുവിശേഷകന്മാർ എന്ന് പറയുന്നവരും മൂപ്പന്മാർ അല്ലാതിരിക്കെ സ്വയം മൂപ്പന്മാർ എന്ന് പറയുന്നവരും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്നവരുമെല്ലാം കൊള്ളരുതാത്തവരാകുന്നു. അവരെ പരീക്ഷിച്ച് അറിയേണ്ടതാണ്. ഏത് സഭയും വ്യാജന്മാരെ തിരിച്ചറിയേണ്ടതും അവരെ തള്ളിക്കളയേണ്ടതുമാണ്. വ്യാജന്മാർ അവരുടെ സ്വഭാവത്താലും കൊള്ളരുതാത്തവരായിരിക്കും. കള്ളപ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ കൊള്ളരുതാത്തവരായിരുന്നു. ദുരുപദേഷ്ടാക്കന്മാരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് 2 പത്രോസ് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആകാത്ത വേലക്കാരെ നമുക്കും തള്ളിക്കളയാം. 2 കൊരിന്ത്യർ 11:13 ചില കള്ള അപ്പസ്തോലന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചു, മറ്റൊരാത്മാവിൽ മറ്റൊരു സുവിശേഷം പ്രസംഗിച്ചു. യഥാർത്ഥ അപ്പസ്തോലന്മാരെ നിന്ദിച്ചിരുന്ന അവർ അനീതിയുടെ ശുശ്രൂഷകരായിരുന്നു. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. എങ്കിലും കൊരിന്തിലെ സഭ അവരെ വെറുത്തില്ല, പൊറുത്തു. അവരുടെ കുറ്റകരമായ ഈ അനാസ്ഥയെ അപ്പസ്തോലൻ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. അതായിരുന്നു അവരുടെ കുറ്റം. എഫെസോസിലെ സഭയോ അവരെ പൊറുക്കുകയോ ചുമക്കുകയോ ചെയ്തില്ല. അതായിരുന്നു അവരുടെ മേന്മ. കർത്താവ് അത് കണ്ടു, സന്തോഷിച്ചു, പ്രശംസിച്ചു. നീ സഹിഷ്ണുത ഉള്ളവനാകുന്നു എന്നും എൻ്റെ നാമം നിമിത്തം നീ ചുമന്നു എന്നും നീ അധ്വാനിച്ച് തളർന്നു പോകാതിരിക്കുന്നു എന്നും കർത്താവ് ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. എഫെസോസിലെ സഭയുടെ സഹിഷ്ണുതയെക്കുറിച്ച് അധ്വാനത്തെക്കുറിച്ചും 2-ാം വട്ടമാണ് ഇത് പറയുന്നത്. അവർ യേശുവിൻ്റെ നാമനിമിത്തം ഏറെ ഭാരം ചുമന്നു എന്നും വളരെ അധ്വാനിച്ചു എങ്കിലും അപ്പോഴും തളർന്നു പോകാതെ തന്നെ ഇരിക്കുന്നു എന്നും കർത്താവ് എടുത്തു പറഞ്ഞു. ഇതെല്ലാം അവർക്ക് നൽകിയ പ്രശംസയായിരുന്നു. ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് എഫെസോസിലെ സഭയെ അനുകരിക്കാം.
കർത്താവിന്റെ പ്രശംസ ലഭിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തുടർന്ന് പോകാം. കർത്താവ് എഫെസോസിലെ സഭയ്ക്ക് എഴുതിയപ്പോൾ അവർക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ നന്മകളെ കണ്ട് പ്രശംസിക്കുവാനാണ് കർത്താവ് ആദ്യം ശ്രമിച്ചത്. അനുകരണീയമായ ഈ സ്വഭാവം നമുക്കുണ്ടാകട്ടെ. മറ്റുള്ളവരിലുള്ള നന്മയെ നമുക്ക് ആദ്യം കാണാം. അതിനുശേഷമാണ് കർത്താവ് തിന്മകളെ കുറിച്ച് പറയുന്നത്. ഞാൻ അറിയുന്നു, ഞാൻ പൊന്നുകൊണ്ടുള്ള 7 വിളക്ക് തണ്ടുകളുടെ മധ്യത്തിൽ നടക്കുന്നവൻ, ഇതെല്ലാം ഞാൻ അറിയുന്നു. സഭയിലെ നല്ലതും തെറ്റുമായ ഒരു പ്രവൃത്തികളും കർത്താവിന് മറിഞ്ഞിരിക്കുന്നില്ല എന്നത് നന്മ ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതും തിന്മ ചെയ്യുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതുമായ വസ്തുത ആകുന്നു. ഇനി അടുത്തതായിട്ട് കർത്താവ് പറയുന്നത് അവരുടെ കുറ്റത്തെക്കുറിച്ചാണ്. എങ്കിലും നീ നിന്റെ ആദ്യത്തെ സ്നേഹത്തെ വിട്ടുകളഞ്ഞു എന്ന് എനിക്ക് നിനക്കെതിരെ ഉണ്ട്. 2-3 വാക്യങ്ങളിൽ എഫെസോസിലെ സഭ ചെയ്ത നല്ല കാര്യങ്ങളെ പ്രശംസിച്ചു സംസാരിച്ച കർത്താവ് 4-ാം വാക്യത്തിൽ എഫെസോസിലെ സഭയുടെ വലിയ വീഴ്ചയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കർത്താവ് അവർക്ക് എതിരായി തീരുവാൻ ഇടയാക്കിയ ഒരു വീഴ്ചയായിരുന്നു. അവർ അവരുടെ ആദ്യത്തെ സ്നേഹത്തെ വിട്ടുകളഞ്ഞു എന്നതായിരുന്നു ആ വീഴ്ച. ആകയാൽ നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർക്കുകയും മാനസാന്തരപ്പെടുകയും ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുകയും വേണം. ഇല്ല എങ്കിലോ ഞാൻ നിന്റെ അടുക്കിലേക്ക് വന്ന് നീ മാനസാന്തരപ്പെട്ടിട്ടില്ല എങ്കിൽ ഞാൻ നിന്റെ വിളക്ക് തണ്ടിനെ അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അവർ അവരുടെ ആദ്യത്തെ സ്നേഹം വിട്ടു എന്നതിനാൽ എന്തായിരുന്നു അർത്ഥമാക്കിയത് എന്ന് മനസ്സിലാക്കുവാൻ തുടർന്ന് പറഞ്ഞത് ശ്രദ്ധിക്കണം. കർത്താവ് പറഞ്ഞു, എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് നീ ഓർക്കുകയും മാനസാന്തരപ്പെടുകയും ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുകയും വേണം. വിട്ടുകളഞ്ഞ ആദ്യത്തെ സ്നേഹം പുനഃസ്ഥാപിക്കുവാൻ അവർ 3 കാര്യങ്ങൾ ചെയ്യണമെന്നായിരുന്നു കർത്താവ് പറഞ്ഞത്. എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് അവർ ഓർക്കണം, മാനസാന്തരപ്പെടണം, ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യണം. ആകയാൽ ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്തത് നിർത്തിയത് കൊണ്ടാണ് ആദ്യത്തെ സ്നേഹം വിട്ടു എന്ന് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തം. നമ്മുടെ അനുസരണത്തിന്റെ പ്രവൃത്തികളാണ് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ അളവുകോൽ. കർത്താവ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു, എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. യോഹന്നാൻ 14-ാം അധ്യായം 23-24 വാക്യങ്ങൾ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. 1 യോഹന്നാൻ 5:3. ആകയാൽ എഫെസോസിലെ പ്രശ്നം അവർ പണ്ട് ദൈവത്തെ അനുസരിച്ച് നടന്നിരുന്ന പോലെ ഇപ്പോൾ നടക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ്. പ്രിയ സഹോദരന്മാരെ, നമ്മൾ അനുസരണത്തിൽ വർദ്ധിച്ചു വരികയാണോ അതോ കുറഞ്ഞു വരികയാണോ? നാം വർദ്ധിച്ചു വരണം. നാം അനുസരണത്തിൽ കുറഞ്ഞു വരുന്നുവെങ്കിൽ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹവും കുറഞ്ഞു വരികയാണ്. അത് കർത്താവിനെ നമുക്കെതിരാക്കി തീർക്കുന്ന ഒരു വീഴ്ചയാണ്. ആകയാൽ പ്രിയരെ, നമുക്കൊന്ന് ഓർത്തു നോക്കാം. പണ്ട് നാം അനുസരിച്ചിരുന്ന ഏതെങ്കിലും കാര്യം ഇന്ന് ചെയ്യാതിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം, ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുവാൻ ആരംഭിക്കുകയും വേണം. സഭ പഴയ അനുസരണത്തിലേക്ക് മടങ്ങി വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് തുടർന്ന് പറയുന്നത്. ഇല്ല എങ്കിലോ നിന്റെ അടുക്കിലേക്ക് ഞാൻ വരുന്നു, എന്നിട്ട് നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിന്റെ വിളക്ക് തണ്ടിനെ അതിൻ്റെ ഇടത്തിൽ നിന്ന് ഞാൻ നീക്കും. മാനസാന്തരപ്പെടുവാൻ മനസ്സ് വെക്കാത്ത സഭ കർത്താവിൻ്റെ ക്രോധം വിളിച്ചു വരുത്തുന്നു. അത് സഭയുടെ നിലനിൽപ്പിനെയായിരിക്കും അപകടത്തിലാക്കുന്നത്. മാനസാന്തരപ്പെടുവാൻ മനസ്സ് വെക്കാത്തൊരു സഭയുടെ അടുക്കിലേക്ക് കർത്താവ് തന്നെ വരും. അതിനെ, അഥവാ വിളക്ക് തണ്ടിനെ അതിൻ്റെ ഇടത്തിൽ നിന്ന് നീക്കുവാൻ തന്നെ വേഗം വരും. വിളക്ക് തണ്ട് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ആ സ്ഥലത്തെ സഭ എന്നാണ് അർത്ഥം. അതിനെ നീക്കിക്കളയും എന്ന് വെച്ചാൽ കുഞ്ഞാട് എന്ന വിളക്കിനെ വഹിച്ച് ശോഭ പരത്തുന്ന അതിൻ്റെ പദവി നഷ്ടപ്പെടുമെന്നാണ്. ഇന്നത്തെ സാമുദായിക സഭകൾ അവയുടെ വിളക്ക് തണ്ടുകൾ എടുത്തു മാറ്റപ്പെട്ടവ അല്ലയോ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. അനുസരണക്കേടും മാനസാന്തരപ്പെടുവാൻ മനസ്സില്ലാതിരിക്കുന്നതുമാണ് ഇതിന് കാരണമായത്. അതെ, അത് തന്നെയാണ് കാരണം. എങ്കിലും ഈ കാര്യം നിനക്കുണ്ട്. 6-ാം വാക്യം, നിക്കൊലാവ്യരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു, അവയെ ഞാനും വെറുക്കുന്നു. കർത്താവ് വീണ്ടും അവരിൽ കണ്ട പ്രശംസനീയമായ ഒരു കാര്യം തുറന്നു പറയുകയാണ്. നിക്കൊലാവ്യരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു. അതെ, കർത്താവിന് അത് സന്തോഷമായിരുന്നു. കാരണം നിക്കൊലാവ്യരുടെ പ്രവൃത്തികളെ കർത്താവും വെറുക്കുന്നുണ്ടായിരുന്നു. നിക്കൊലാവ്യരുടെ പ്രവൃത്തികൾ എന്ത്? നിക്കൊലാവ്യരുടെ പ്രവൃത്തികൾ എന്ത് എന്ന് മനസ്സിലാക്കുവാൻ ഇവിടെ നിന്ന് മാത്രം സാധ്യമല്ല. എങ്കിലും അവർക്ക് തെറ്റായ ഉപദേശം ഉണ്ടായിരുന്നു എന്ന് 15-ാം വാക്യം വ്യക്തമാക്കും. അങ്ങനെ ഇവണ്ണം നിക്കൊലാത്യരുടെ ഉപദേശം മുറുകെ പിടിക്കുന്ന അവർ നിനക്കുമുണ്ട്. ഇങ്ങനെ എന്ന പദം തൊടുക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെ എന്നാണ് ആ ചോദ്യം. ഉത്തരം 2:14. എങ്കിലും എനിക്ക് നിനക്കെതിരെ കുറച്ചുണ്ട്. ബാലാമിൻ്റെ ഉപദേശം മുറുകെ പിടിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വിഗ്രഹാർപ്പിതങ്ങൾ തിന്നുവാനും വ്യഭിചാരം ചെയ്യുവാനും ഇസ്രായേൽ പുത്രന്മാരുടെ മുമ്പാകെ തടസ്സം വെക്കുവാൻ അവൻ ബാലാക്കിന്
ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് പെർഗമോസിലെ സഭയിൽ നിക്കോലാത്യരുടെ ഉപദേശം മുറുകെ പിടിക്കുന്നവർ ഉണ്ടായത്. അങ്ങനെയാണ് എഫെസോസിലും ഉണ്ടായത്. ആകയാൽ നിക്കോലാത്യരുടെ ഉപദേശവും ബാലാമിന്റെ ഉപദേശവും ഒന്ന് തന്നെയാണ്. വിഗ്രഹാർപ്പിതങ്ങൾ തിന്നുന്നതും വ്യഭിചാരം ചെയ്യുന്നതും തന്നെ. അതിൽ നിന്ന് മാനസാന്തരപ്പെടണമെന്ന് പെർഗമോസിലെ സഭയോട് കർത്താവ് ആവശ്യപ്പെട്ടു. എന്നാൽ എഫെസോസിലെ സഭയോട് ആവശ്യപ്പെടേണ്ടി വന്നില്ല. അവർ തെറ്റായ ഉപദേശങ്ങൾ വെറുക്കുന്നവരായിരുന്നു. മാനസാന്തരപ്പെടുവാൻ ആവശ്യമില്ലാത്ത വിധത്തിൽ അവർ അങ്ങനെയുള്ളവരെ സഭയിൽ വെച്ച് പൊറുപ്പിച്ചില്ല. തെറ്റായ ഉപദേശങ്ങൾ വെറുക്കുകയും മാനസാന്തരപ്പെടുവാൻ ആവശ്യമില്ലാത്ത വിധത്തിൽ അവയെ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് ഏതൊരു സഭയ്ക്കും ആവശ്യമാകുന്നു. എങ്കിലും നിന്റെ വിളക്ക് തണ്ടിനെ അതിൻ്റെ ഇടത്തിൽ നിന്ന് ഞാൻ നീക്കും എന്ന വിധി ഇല്ലാതാക്കുവാൻ നിക്കോലാത്യരുടെ പ്രവൃത്തികളോടുള്ള വെറുപ്പോ മറ്റ് അനുസരണ പ്രവൃത്തികളോ മതിയായതായിരുന്നില്ല. അതിനു മുമ്പ് കർത്താവ് പ്രശംസിച്ചു പറഞ്ഞ പ്രവൃത്തികളോ അധ്വാനമോ സഹിഷ്ണുതയോ ആ വിധി ഇല്ലാതാക്കുവാൻ മതിയായതായി തീർന്നില്ല. നോക്കുക, കറ തീർന്ന നമ്മുടെ അനുസരണം, അതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഇനി ജയിക്കുന്നവർക്കുള്ള പ്രതിഫലം. ആത്മാവ് സഭകളോട് എന്തു പറയുന്നു എന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് അവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നുവാൻ കൊടുക്കും. ആത്മാവ് സഭകളോട് എന്തു പറയുന്നു എന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നാണ് നമ്മൾ ആദ്യം വായിക്കുന്നത്. ആത്മാവ് സഭകളോട് എന്തു പറയുന്നു എന്ന് കേട്ട് അനുസരിക്കുവാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. എങ്കിലും അത് എല്ലാവർക്കും സാധിക്കുകയില്ല. കാരണം ചെവി എല്ലാവർക്കും ഇല്ല. മോശെ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞു, എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെയും തന്നിട്ടില്ല. അതുകൊണ്ട് കേൾക്കുന്ന ഒരു ചെവിയും തിരിച്ചറിയുന്ന ഹൃദയവും ഒക്കെ നമുക്ക് ഉണ്ടാകുവാൻ നാം കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരിച്ചറിയുവാൻ ചിലപ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ കൃപ ആവശ്യമായി വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ആകയാൽ ആർക്ക് ദൈവം തിരിച്ചറിയുന്ന ഹൃദയവും കേൾക്കുന്ന ചെവിയും കൊടുത്തിട്ടുണ്ടോ അവർ അത് തിരിച്ചറിയും, അവർ കേൾക്കും, അവർ മാനസാന്തരപ്പെടും. ജയിക്കുന്നവന് അവന് ഞാൻ എൻ്റെ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നുവാൻ കൊടുക്കും. ഇതാണ് കർത്താവ് അടുത്തായി പറയുന്നത്. ആരായിരിക്കും ജയിക്കുന്നവൻ? തീർച്ചയായും കേൾപ്പാൻ ചെവിയുള്ളവനായിരിക്കും ജയിക്കുന്നവൻ. അവൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ ജയിച്ചവർക്ക് ഇനിയും ജയിക്കുവാനുണ്ട് എന്നർത്ഥം. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? 1 യോഹന്നാൻ 5:4-5 വാക്യം. പറുദീസ ദൈവം ഭാവിയിൽ പുനഃസൃഷ്ടി ചെയ്യുവാൻ പോകുന്നു എന്ന് യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പറുദീസ ആദ്യ നൂറ്റാണ്ടിലെ ഉണ്ടായിരുന്നു എന്ന് തെളിവ് നൽകുന്ന 3 വചനങ്ങളിൽ മൂന്നാമത്തേതാണ് കർത്താവ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വചനം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് കർത്താവിന്റെ ക്രൂശിലെ മൊഴി ആണ് ആദ്യത്തെ വചനം. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു എന്ന പൗലോസിന്റെ മൊഴിയാണ് രണ്ടാമത്തേത്. അവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നുവാൻ കൊടുക്കും എന്നതാണ് മൂന്നാമത്തേത്. ആകയാൽ പറുദീസ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അവിടെ ജീവന്റെ വൃക്ഷമുണ്ട്. ജയിക്കുന്നവന് കർത്താവായ യേശു ദൈവത്തിന്റെ പറുദീസയിലുള്ള ആ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നുവാൻ കൊടുക്കും. അവൻ എന്നേക്കും ജീവിക്കുകയും ചെയ്യും. കാരണം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കും എന്ന് ഉൽപ്പത്തി 3 വായിക്കുന്നു. എന്നാൽ നിത്യജീവൻ എങ്ങനെ ലഭിക്കുമെന്നാണ് കർത്താവിന്റെ വാക്കുകൾ പറയുന്നത്. അവിടുന്ന് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. യോഹന്നാൻ 6:35. കർത്താവ് വീണ്ടും പറഞ്ഞു, സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. 6:51. ആകയാൽ യേശു ക്രിസ്തു ആകുന്നു ജീവന്റെ വൃക്ഷം. ആകയാൽ യേശു ക്രിസ്തുവിനരികിൽ വരിക, വിശ്വസിക്കുക, നിത്യജീവൻ എന്ന അനുഗ്രഹം പ്രാപിക്കുക. നമുക്ക് അവനെ അനുസരിച്ച് ജീവിക്കാം. ക്ഷീണിച്ചു പോകാതെ അവനായി അധ്വാനിക്കാം. അവനായി കഷ്ടം സഹിക്കാം. കൊള്ളരുതാത്ത വേലക്കാരെ നമുക്ക് ചുമക്കാതിരിക്കാം. അനുസരണത്തിൽ തികഞ്ഞവനെ സ്നേഹിക്കാം. തെറ്റായ ഉപദേശങ്ങൾ വെറുക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിച്ചത്തെ, വിളക്കിനെ നമുക്ക് ഉയർത്തി കാണിക്കാം. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.